ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗ്രാനി 3 ഈസി അല്ല, നോർമൽ അല്ല, ഹാർഡല്ല, നമ്മൾ എക്സ്ട്രീം മോഡാണ് ഗൈസ് കളിക്കാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ജയിക്കും എന്നൊരു പ്രതീക്ഷയില്ല, ബട്ട് എന്നാലും നമ്മൾ കളിച്ച് നോക്കാനാണ് പോകുന്നത്. ഓക്കെ, ലോഡിങ് ഡേ 1. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ ഗ്രാനി നമ്മളൊരു സെല്ലിൻ്റെ ഉള്ളിൽ ഉറക്കം എഴുന്നേറ്റിരിക്കുകയാണ്. ഗ്രാനിയുടെ വീടാണോ അത് അപ്പൂപ്പൻ്റെ വീടാണോ? ഇത് അപ്പൂപ്പൻ്റെ വീടാണ്. ലോക്ക് പിക്ക് എടുത്തിട്ട് കിട്ടുന്നില്ല. ഓക്കെ, നമുക്ക് ലോക്ക് പിക്ക് വെച്ച് ലോക്ക് തുറക്കുന്നത് ഭയങ്കര പണിയാണ്, എന്നാലും നമ്മൾ തുറന്ന് പോവുകയാണ്. അയ്യോ, പെട്ടെന്നൊരു സൗണ്ട് കേട്ടു. മറ്റേ മേലത്തെ ഡോറ് തുറക്കുന്നൊരു ശബ്ദം ഞാൻ കേട്ടായിരുന്നു. ഓക്കെ, നമ്മൾ നേരെ ഇവിടെ നിന്ന് പോകാൻ പോകുന്നത് ട്രെയിനിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ താഴേക്കാനായിട്ട് ഒരു റോബോട്ടിനെ കാണാം. അതിന് സൗണ്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ നേരെ മേലേക്ക് വന്ന് ഒളിയാനാണ് പ്ലാൻ. അപ്പോൾ ഓക്കെ, അങ്ങനെ തന്നെ നമുക്ക് പെട്ടെന്ന് ഇയാള് ഞാൻ കണ്ടില്ലല്ലോ. ഇയാൾക്ക് ഈ വീട്ടിലെ ആൾക്കാരെ അടിക്കാൻ പണി വെടി വെക്കും. ഗ്രാൻഡ് പെനെ ഈ ഗെയിമിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ് ആയിരുന്നു, ബട്ട് എക്സ്ട്രീമിൽ നമുക്ക് രണ്ടുപേരും വെച്ച് തന്നെ കളിക്കാൻ പറ്റുള്ളൂ. ഹാർഡാണ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പം നമ്മൾ രണ്ടാമത്തെ ദിവസവും ഉറക്കം എഴുന്നേറ്റു. ലോക്ക് പിക്ക് ഇവർ ലോക്ക് പിക്ക് മാത്രം എടുത്ത് മാറ്റില്ല, അത് ഏറ്റവും വലിയൊരു ഗുണം. എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ വീണ്ടും അതേ പ്ലാനുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്ലാനിൽ ഒരു ചേഞ്ചുമില്ല ഗൈസ്. എനിക്ക് പേടി, കാരണം റോബോട്ടിനെ കണ്ടുപോലും ഇല്ല. ഞാൻ മേലേക്ക് ഓടുകയാണ്. അയ്യോ, ഗ്രാൻഡ് പേയില്ല ഗ്രാനില്ല. അതെ, ഗ്രാൻഡ് പേയില്ല ഗ്രാനില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് നോക്കാൻ പോണ്. എനിക്ക് തോന്നുന്നു റോബോട്ട് സൗണ്ട് ഉണ്ടാക്കിയില്ല എന്ന്. അതാ പോണോ? ഇനിയിപ്പോ പോയി അടിക്കൂ. അത് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. അവര് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. കുറച്ചേരം കൂടി. ഇല്ല ഗൈസ്, റോബോട്ട് സൗണ്ട് ഉണ്ടാക്കിയിട്ടില്ല. അത് കറങ്ങി കറങ്ങി വന്നതേ ഉള്ളൂ. പുറത്തിറങ്ങണോ അകത്തിരിക്കണോ? പുറത്തിറങ്ങി നോക്കാം ഗൈസ്. നമുക്ക് എന്തായാലും പുറത്തിറങ്ങി നോക്കാം. ഓക്കെ, ഞാൻ നേരെ ഒന്നുകൂടെ ഇടയിൽ ഒരു കല്ലും വെച്ചിട്ടുണ്ട് അവര്. ഓക്കെ, നമ്മൾ നേരെ ഞാൻ സൗണ്ട് കേട്ടായിരുന്നു മേലെ. ഇപ്പൊ അവരെ താഴെത്തും. അതേ ഗ്രാൻഡ് പോസ്റ്റ് വോൾട്ടിന് ഇപ്പോൾ ഓടുന്നു. ഗ്രാനില്ല, ട്യൂഷനെ കാണാനില്ല. പിന്നെ ഇവര് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഇത്ര സ്പീഡിൽ വരുള്ളൂ. ഇല്ലെങ്കിൽ കുഞ്ഞു ചെറിയ കുട്ടി നടക്കാൻ നമ്മുടെ ഈസി മോഡ് പോലെ മുട്ടിൽ കഴിഞ്ഞാൽ പോലെ അവര് വരുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒന്നും നിൽക്കണം. നമ്മൾ നേരെ മേലേക്ക് പോകാൻ പോവാണ്. അവിടെ തുറന്നുണ്ടാവോ? ഓക്കെ, തുറന്നിട്ടുണ്ട്. അതൊരു ഭാഗ്യം. അല്ലെങ്കിൽ അത് തുറക്കാൻ നിൽക്കുമ്പോഴേക്കും ഗ്രാൻഡ് പേയുടെ തോക്ക്. ഗ്രാൻഡ് പേക്ക് മാത്രമല്ല, ഗ്രാൻഡ് പേയുടെ തോക്ക് കാക്കിൻ്റെ ഷെഡിക്കാൻ നമുക്കത് ആവശ്യമില്ല. നമുക്ക് ഇപ്പൊ താഴേക്ക് പോകണോ അതോ അറിയുന്നില്ല. സോ നമുക്ക് ആദ്യം ഇവിടെയൊക്കെ ചുറ്റി നമ്മുടെ ഫയർവുഡ് അല്ലെ പ്ലാങ്ക്, ഇത് രണ്ടെണ്ണം ഏതെങ്കിലും ഒന്ന് ഇവിടെ ഉണ്ടാവും. അപ്പൊ നമുക്ക് അത് ഉണ്ടോന്ന് ആദ്യം ചെക്ക് ചെയ്യാം. ഗ്രാൻഡ് പേക്ക് ഇടയ്ക്ക് പുറത്ത് നടക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ട്. അതെ, പക്ഷെ ഗ്രാൻഡ് പേനെ കാണുന്നില്ല. ഗ്രാൻഡ് പേനെ ഇവിടെ കാണുന്നില്ല. അപ്പൊ നമുക്ക് താഴേക്ക് പോകണമെന്നാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. അപ്പൂപ്പന് പുറത്ത് ചുറ്റിക്കറങ്ങുന്ന സ്വഭാവമുണ്ട്. അതിന് അപ്പൂപ്പനെ താഴെ കാണുന്നില്ല. അപ്പം നമുക്ക് താഴേക്ക് പോകുന്നതായിരിക്കും സേഫ് എന്ന് വിചാരിക്കുന്നു. നോക്കാം. ഞാൻ ആദ്യം ഇതിൻ്റെ മുകളിൽ കൂടെ പോയിട്ട് അപ്പുറത്ത് നമ്മുടെ ഫയർവുഡ് ഒക്കെ ഇരിക്കാറുണ്ട്. ഫയർവുഡ് പ്ലാങ്ക് താഴെ ആയിരിക്കും, ഫയർവുഡ് ഈ സൈഡിലേക്ക് ഇരിക്കാറ്. ആരുടെയോ ശബ്ദം കേട്ട പോലെ. ഇല്ല. ഓ, ഫയർവുഡ് ഇല്ല ഗൈസ്. ഇവിടെ നിന്നൊക്കെ വീണ് കഴിഞ്ഞാൽ ചന്ത വയ്ക്കുന്നത്. നമ്മൾ കാറ് നോക്കിയിട്ടില്ല. കാറിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ എവിടെയാ? ഇതേ അപ്പൂപ്പൻ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൂപ്പൻ പക്ഷെ മേലെന്ന് കണ്ടാലും നമ്മളെ വെടിവെക്കും. താഴെന്ന് കണ്ടാലും നമ്മളെ വെടിവെക്കും. കണ്ടു. ഇല്ല, സൗണ്ട് മാത്രമേ വന്നുള്ളൂ, കണ്ടില്ല ഗൈസ്. കണ്ടാലും അയാൾ വെടി വെക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് നേരെ താഴേക്ക് തന്നെ പോകേണ്ടി വരും.
നമുക്ക് ഇവിടെ നിന്നിട്ട് കാര്യമില്ല. എൻ്റെ താഴേക്ക് പോകുന്നത്. എൻ്റെ ഞാൻ നന്നായി കളിച്ചു എന്നാ പിടിച്ചോ ഗൈസ്. ഇനി അനയാണ് കളിക്കാൻ പോകുന്നത്. അനയെ അങ്ങനെ നമ്മുടെ ഡേ 3 ആക്കി തന്നിട്ടുണ്ട് ഗൈസ്. എനിക്ക് എൻ്റെ ധൈര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഞാൻ ഇന്ന് മേലോട്ട് തന്നെ പോകണം. അനയ്ക്ക് ആ ഒരു കാര്യത്തിൽ അനയ സൂപ്പറാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരെ താഴേക്കായിരിക്കും പോവാ, ഇവള് ഭയങ്കര കാര്യത്തിൽ. ഞാൻ കളിക്കുന്നുണ്ട്, ചെറിയ തട്ടുമുട്ടൊക്കെ ഉണ്ടെന്ന് ക്ഷമിക്കണേ. സോ നമ്മൾ മേലോട്ട് പോകണം ഗൈസ്. അപ്പൊ എന്താ ഓക്കെ വിചാരിച്ചത് ഇപ്രാവശ്യം ഗ്രാൻഡ് അല്ല ഗൈസ്, ഗ്രാനി ഇല്ലെങ്കിൽ അയാളാണ് മെയിൻ ഡോറിനോട് നിന്നിട്ട് ഓഹോ അടിക്കുക. ഇപ്രാവശ്യം ഗ്രാനിയാണ് ഗൈസ്. ഡേ 4 ആയിട്ടുണ്ട്. എനിക്ക് ഈ ഗെയിം ജയിക്കുന്ന യാതൊരു പ്രതീക്ഷയില്ല. ഈസി മീഡിയം അല്ല, ഈസി നോർമൽ ഹാർഡ് ഇത് മൂന്നും ജയിക്കും എന്നറിയാം. ബട്ട് എക്സ്ട്രീം എന്നെ കൊണ്ട് ഞാൻ വീണ്ടും മേലോട്ട് പോയി. എനിക്ക് ഒരു കുഴപ്പമില്ല ഗൈസ്. ഇവൾക്ക് പേടിയേ. ആ ഡോറ് ഡേ 5 ആക്കി തന്നിട്ടുണ്ട്. എനിക്ക് എവിടെ ഡേ 5? ഈ വീട്ടിൽ അമ്മച്ചി മാത്രം അടിക്കണം. ഓക്കെ, ലാസ്റ്റ് ഡേ അപ്പൂപ്പനായിരിക്കോ അമ്മൂമ്മയായിരിക്കോ കൊല്ലുക? ഉറപ്പാ അപ്പൂപ്പൻ തന്നെ, ഉറപ്പാ. എനിക്കറിയില്ല അപ്പൂപ്പനെ. അപ്പൂപ്പൻ തന്നെ ഉറപ്പാണ്. കാരണം അമ്മച്ചി 2 വട്ടം അടിച്ചു. ഞാൻ അപ്പൂപ്പനായിരിക്കാനാണ് സാധ്യത. ഓ നമ്മളെ തുറന്നു ഗൈസ്. ഇപ്രാവശ്യം അമ്മൂമ്മയാണ് ഗൈസ്. നന്നായി. ഈ വീട്ടിലെ അപ്പൂപ്പനെ കൊന്നു. ഓക്കെ അപ്പൊ നമ്മള് കാറിനകത്ത് അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെയും കൂടെ ട്രിപ്പ് പോവുകയാണ്. പിന്നൊരു കാര്യം, അവർക്ക് വിഷു. അതെ, അവർക്ക് ഇന്നാണ് വിഷു. കമ്പിത്തിരിയൊക്കെ കാറിന്റെ അകത്ത് കൊണ്ടുവരുന്നത്. നമ്മുടെ അപ്പൂപ്പൻ സിംഗിളായ അമ്മൂമ്മനെ നമ്മളോട് ചേർത്തി കത്തിച്ചു കളഞ്ഞു. അതാണ് അമ്മനെ കാണാത്ത കമ്പിത്തിരി വെച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരൻ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ ഗെയിം പ്ലേ വീഡിയോ. ജയിക്കില്ല എന്നറിയാം, എന്നാലും വെറുതെ കളിച്ചാണ്. ഇനി ഈസി വേണോ നോർമൽ വേണോ ഹാർഡ് വേണോ എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതുവരെയും ബൈ.